വെൽക്കം ടു എക്സാം ബൈ ഒളിമ്പിയാഡ്. സോ ആൽജിബ്രയിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. IOKM 2021 ചോദിച്ച ക്വസ്റ്റൻ ആണ്. We are writes down the numbers 1, 2 up to 101 in red and blue pens. The largest blue number is equal to the number of numbers written in blue and the smallest red numbers is equal to the half of the numbers written in red. How many numbers did Ria write in red pen? അപ്പോൾ 1 to 101 വരെയുള്ള നമ്പേഴ്സ് എഴുതുന്നുണ്ട്. അപ്പം ലൈക്ക് ചിലത് ബ്ലൂ വെച്ചിട്ടും ചിലത് റെഡ് വെച്ചിട്ടുമാണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് തന്നിട്ടുള്ളത് ലൈക്ക് ദ ലാർജസ്റ്റ് ബ്ലൂ നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ബ്ലൂ എന്നുള്ളതാണ്. അപ്പൊ ലാർജസ്റ്റ് ബ്ലൂ നമ്പർ എഴുതിയിട്ടുള്ളത് ഏതാണ്? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എത്രണ്ണം ബ്ലൂവിൽ എഴുതിയിട്ടുണ്ടോ അതാണ് എന്ത് ചെയ്യുന്നത്? ലാർജസ്റ്റ് നമ്പർ ആയിട്ട് എഴുതിയിട്ടുള്ളത് ബ്ലൂവിലുള്ളത്. റെഡിലുള്ള എന്താ? സ്മോളസ്റ്റ് റെഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഹാഫ് ദ നമ്പേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് റിട്ടൺ ഇൻ റെഡ് എന്നുള്ളതാണ്. അപ്പൊ സ്മോളസ്റ്റ് റെഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര നമ്പർ റെഡ് കൊണ്ട് എഴുതിയിട്ടുണ്ടോ അതിന്റെ പകുതിയാണ് എന്ത് ചെയ്യുന്നത്? സ്മോളസ്റ്റ് റെഡ് നമ്പർ എന്നുള്ളത്. അപ്പൊ രണ്ട് കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ലാർജസ്റ്റ് ബ്ലൂ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ബ്ലൂ അല്ലെ. എത്ര എണ്ണം ബ്ലൂവിൽ എഴുതിയിട്ടുണ്ടോ ആ നമ്പർ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഞാൻ 10 എണ്ണമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ലാർജസ്റ്റ് ബ്ലൂ എത്രയായിരിക്കും? സോ ലൈക്ക് സപ്പോസ് ലൈക്ക് എന്റെ കണ്ടീഷൻസ് എടുത്ത് ഒന്നും കൂടെ നമുക്ക് നമ്പർ എടുത്തൊന്ന് നോക്കാം. ലൈക്ക് സപ്പോസ് ലൈക്ക് ബ്ലൂ ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂയുടെ ലൈക്ക് നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ബ്ലൂ എത്രയാണ്? നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ബ്ലൂ എത്രയാണ്? 10 ആണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 നമ്പേഴ്സ് ബ്ലൂ പെന്ന് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ റിട്ടൺ ഇൻ ബ്ലൂ എത്രയായിരിക്കും? അത് 10 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞുള്ളത് അല്ലെ. 10 നമ്പർ ബ്ലൂ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ബ്ലൂ വെച്ചിട്ട് എഴുതിയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? അത് 10 ആയിരിക്കും. ഈ 100 എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? ബ്ലൂവിൽ എഴുതിയിട്ടുള്ളത് 100 ആയിരിക്കും അല്ലെ. ഇനി റെഡിന്റെ കേസിൽ എന്താണ്? ഇപ്പം ലൈക്ക് റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ളത് 20 ആണെന്ന് വിചാരിക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ള എത്രയായിരിക്കും? 20/2 വിച്ച് ഇസ് എന്താണ്? 10 ആയിരിക്കും. അതിന്റെ സ്മോളസ്റ്റ് റെഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഹാഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ എന്താണ്? റെഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് കണ്ടീഷൻ ഉള്ളത്. അല്ലെങ്കിൽ ടോട്ടൽ എന്താണ്? ബ്ലൂ കൊണ്ടും റെഡ് കൊണ്ടും. ഇപ്പൊ ബ്ലൂ കൊണ്ട് എഴുതിയുള്ള നമ്പേഴ്സ് ഞാൻ ബി എന്ന് വിളിക്കാം അല്ലെ. നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ബ്ലൂ അത് എത്രയാണ്? ബി ആന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ റെഡ് എത്രയാണ്? 6 ആന്ന് വിചാരിക്കാം. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 101 ആണ് അല്ലെ. അത് റിപ്പീറ്റേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. സോ ടോട്ടൽ എത്രയാണ്? 103 നമ്പേഴ്സ് എഴുതിയില്ല. സോ ബി പ്ലസ് ആറിന്റെ വാല്യൂ എന്താണ്? 101 ആണ്. ഇനി ഇവിടുത്തെ കേസ് നോക്കുക നിങ്ങൾ. അതായത് ഇപ്പം ലൈക്ക് ഇവിടെ ബ്ലൂവിന്റെ കേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ. ഇപ്പൊ ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുള്ളത് എന്താണ്? 10 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? 10 ആയിരിക്കും. സോ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്പേഴ്സ് കംപ്ലീറ്റ് ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് എന്തായിരിക്കും? കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇതിന്റെ റീസൺ എന്താ? ഇപ്പൊ ഞാൻ സപ്പോസ് ലൈക്ക് റെഡിന്റെ വാല്യൂ എന്താണ്? 10 ആക്കി എടുക്കുകയാണ്. റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ളത് എന്താണ്? 10 നമ്പേഴ്സ് ആണ് എഴുതിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് 10 നമ്പേഴ്സ് ആണ് റെഡ് പാന കൊണ്ട് എഴുതിയിട്ടുള്ളെങ്കിൽ സോറി ബ്ലൂ പാന കൊണ്ട് എഴുതിയിട്ടുള്ളത് അല്ലെ. റെഡ് അല്ല, ബ്ലൂ പാന കൊണ്ട് എഴുതിയിട്ടുള്ളത് 10 ആണെന്ന് വിചാരിക്കാം. 10 നമ്പേഴ്സ് ബ്ലൂ പാന കൊണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ബ്ലൂ തന്നുള്ള കണ്ടീഷൻ പ്രകാരം ലാർജസ്റ്റ് ബ്ലൂ നമ്പർ ഏതാണ് അല്ലെ? ലാർജസ്റ്റ് ബ്ലൂ നമ്പർ ഏതാണ്? ബ്ലൂ നമ്പർ എന്താണ്? 10 ആണ് അല്ലെ. ലാർജസ്റ്റ് ബ്ലൂ നമ്പർ 10 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 10 എണ്ണം എഴുതുകയും വേണം. 10 എന്നുള്ളത് വലിയ സംഖ്യ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കണ്ടീഷൻ എന്താണ്? ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 ആയിരിക്കാം. അല്ലാത്തൊരു കേസ് പോസിബിൾ ആണോ? ഇല്ല. 11 പറഞ്ഞ നമ്പർ അതിൽ ഉണ്ടാവുമോ? ഇല്ല. 11 പറഞ്ഞ നമ്പർ അതിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 12 ബാക്കി ഏത് നമ്പറോ അതിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാവുമായിരുന്നു ലാർജസ്റ്റ് നമ്പർ അല്ലെ. അതാവുമായിരുന്നു ലാർജസ്റ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടേൺ വിത്ത് ബ്ലൂ എന്താകുമായിരുന്നു? 12 ആവുമായിരുന്നു. അപ്പൊ ലൈക്ക് ഇതിന്റെ മീനിങ് എന്താണ്? ഹോൾ സെൻസ് എന്താണ്? ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഹോൾ സെൻസ് എന്താണ്? ആ ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുള്ളതൊക്കെ എന്താണ്? കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെന്നുള്ള. ഈ വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കി. 20 നമ്പേഴ്സ് ആണ് ബ്ലൂ കൊണ്ട് എഴുതിയെന്ന് വിചാരിക്കുക. അതാണല്ലോ ബി എന്ന് പറയുന്ന നമ്മൾ എടുത്ത പാരാമീറ്റർ. അപ്പൊ 20 നമ്പേഴ്സ് ആണ് ബ്ലൂ കൊണ്ട് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ റിട്ടേൺ വിത്ത് ബ്ലൂ എന്താണ്? അത് 20 ആണ്. ലാർജസ്റ്റ് നമ്പർ റിട്ടേൺ വിത്ത് ബ്ലൂ 20യും നമുക്ക് 20 നമ്പേഴ്സ് എഴുതിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 1 to 20 വരെയുള്ള പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ അല്ലെ. 1 to 20 വരെയുള്ള പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. സോ ബ്ലൂ കൊണ്ട് എഴുതുന്നത് എപ്പോഴും എന്തായിരിക്കും? കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ എന്താണ്? ബ്ലൂ കൊണ്ട് എഴുതുന്നത് കൺസിക്യൂട്ടീവ് ആണ്. അപ്പോൾ 1 to B വരെയുള്ള അപ്പൊ ബി ആണ് ബ്ലൂ കൊണ്ട് എഴുതിയുള്ള നമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ ബി ആണ് അതിലെ ലാർജസ്റ്റ് നമ്പർ. അങ്ങനെ 1 to B വരെയുള്ള നമ്പേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ബി കൊണ്ട് എഴുതിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ഞാൻ റേസ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടേൺ വിത്ത് ബ്ലൂ എന്താണ്? ബി ആണ്. അങ്ങനെയാണെങ്കിൽ 1 to B അല്ലെ. അങ്ങനെയാണെങ്കിൽ ബ്ലൂവിലുള്ള എഴുതിയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 അപ് ടു എന്താണ്? ബി വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിട്ടുണ്ടാവും അല്ലെ.
കൺസിക്യൂട്ടീവ് ആയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിട്ടുണ്ടാവും. അത് എത്രയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. സോ എന്താണ് അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് റെഡ് എന്തായിരിക്കും അല്ലെ? റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ള സ്മോളസ്റ്റ് റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? അത് B+1 ആയിരിക്കും അല്ലെ? കാരണം B+1, കാരണം B വരെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 20 നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 20 വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അടുത്തത് എന്താണ്? 21 മുതൽ 101 വരെയുള്ളതായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? റെഡ് കൊണ്ട് എഴുതിയിട്ടുണ്ടാവുക. ഇനി 80 വരെയാണ് ബ്ലൂ കൊണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ്? 80 ആണ് ബിയുടെ ലാർജസ്റ്റ് നമ്പർ അല്ലെ? അപ്പൊ 1 to 80 വരെ ഉള്ളത് എഴുതിയിട്ടുണ്ടാവും, ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 81 മുതൽ 101 വരെയുള്ളതായിരിക്കും എന്ത് ഉണ്ടാവുക? റെഡ് കൊണ്ട് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബി നമ്പേഴ്സ് ആണ് ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്? B+1 മുതൽ 101 വരെയുള്ള നമ്പേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? റെഡ് കൊണ്ട് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? B+1, B+2 അപ് ടു എന്താണ്? 101 വരെയാണ് എഴുതിയിട്ടുണ്ടാവുക. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഏക പോയിന്റ്. അതിനാണെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാം. B+Rന്റെ വാല്യൂ 101 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? The largest blue number is equal to the number of numbers written with blue and the smallest red number is equal to half the numbers written വിത്ത് റെഡ് എന്നുള്ള പറയുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് ഇവിടെ ഒരു കണ്ടീഷൻ നമുക്കൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടാക്കാം, ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. സ്മോളസ്റ്റ് റെഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഹാഫ് നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടേൺ ഇൻ റെഡ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് റെഡ് നമ്പർ ഏതാണ്? അത് B+1 ആണ്. എത്ര എണ്ണമാണ് റെഡ് കൊണ്ട് എഴുതിയിട്ടുള്ളത്? 6 എണ്ണമാണ് അല്ലെ? അപ്പോൾ B+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് R ആണ്, അല്ലെങ്കിൽ R/2 ആണ് വരിക. സോ എന്താ വരിക? B+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/2 ആണ് വരിക അല്ലെ? B+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/2. അപ്പോൾ ബിയും R തമ്മിലുള്ള റിലേഷനായി ബാക്കിയുള്ള ഈ എക്സ്പ്രഷൻ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ B ഈസ് ഈക്വൽ ടു എന്താണ്? R/2 - 1 ആണ് ഇവിടെ കൊടുക്കുക. R/2 - 1 പ്ലസ് R ഈസ് ഈക്വൽ ടു 101. അങ്ങനെയാണെങ്കിൽ 3R/2യുടെ വാല്യൂ 102 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ 3Rന്റെ വാല്യൂ 204 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ Rന്റെ വാല്യൂ എത്ര വരിക? 204/3 അല്ലെ? 204/3 എത്ര വരിക? 68 ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരിക. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ ഏറ്റവും എന്താണ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മനസ്സിലാക്കി തന്നെയാണ്. അതെന്താണ്? ബിയുടെ എന്താണ് കൺസിക്യൂട്ടീവ് ആയുള്ള നമ്പേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? B+1 മുതൽ 101 വരെയാണ് എന്ത് ചെയ്യുക? റെഡിന്റെ വരിക. B+1 എന്താണ്? സ്മോളസ്റ്റ് റെഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഹാഫ് നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടേൺ ഇൻ റെഡ് എന്നുള്ള. നമ്പർ ഓഫ് നമ്പേഴ്സ് റിട്ടേൺ ഇൻ റെഡ് എത്രയാണ്? 6 ആണ്. സ്മോളസ്റ്റ് റെഡ് കൊണ്ട് എഴുതിയുള്ള സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? B+1 ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും R തമ്മിലുള്ള റിലേഷൻ കിട്ടും. B+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/2 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക? B+R 101 ആണ്. എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 68 ആയിട്ട് കിട്ടും.